ഓക്കെ, നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. അവിടെ 24ാമത്തെ ക്വസ്റ്റ്യനെ നമ്മൾ ബൈനോമിൽ നിന്നോ പെർമുട്ടേഷൻ എന്നൊക്കെ പറയാം. ഇത് നോർമലി ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലേ, NCR + NCR - 1 = n+1 CR, NCR = n/r n-1 CR - 1 അല്ലെ, NCR/NCR - 1 = n-r + 1/r അല്ലെ. ഇങ്ങനെ 3 ഇക്വേഷൻ പഠിച്ചില്ലേ, പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ അല്ലെ, അത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം ഇവിടെ പറയുന്നതാണ് if 1/15C0 + 1/15C1 into 1/15C1 + 1/15C2 etc 1/15C12 + 1/15C13 അല്ലെ, ഇതിന്റെ വാല്യൂ എന്താണ്, ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. then we have to find the value 30 alpha അല്ലെ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അവിടെ ക്വസ്റ്റ്യൻ അല്ലേ, ഇങ്ങനെ കുറെ ആളുടെ പ്രൊഡക്റ്റ് അല്ലേ അല്ലെ, സമ്മല്ലയുടെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജനറലി ഈ ഒരു ടേമിന് എടുക്കുക. ജനറലി എങ്ങനെ എടുക്കുക, അത് അതിന്റെ പ്രൊഡക്റ്റ് ആണോ, എങ്ങനെ എടുക്കാം, 1/15CR + 1/15CR + 1 അല്ലെ, ഇതിന്റെ പ്രൊഡക്റ്റാ അല്ലെ. ഇതിന്റെ എന്താ ഇവിടെ R എന്താണ്, R 0 ആയാൽ ഇത് 0 ഇത് 1 ആയി ഇതായി അല്ലെ. R 1 ആയാൽ ഇത് 1 ഇത് 2 ആയി ഇതായി. R 2 ആയാൽ അടുത്ത ആളും അങ്ങനെ എക്സെട്ര. R എവിടെ പോകുന്നുണ്ട്, R 12 വരെ പോകുന്നുണ്ട് അല്ലെ. കാരണം എന്താ, R 12 ആയാൽ ഇത് 12 ഇത് 13 ആവൂലേ, ഇതുവരെ അല്ലെ. അവിടെ സാധാരണ നമ്മൾ സമ്മിനെ ഇങ്ങനെ എഴുതാ അല്ലെ. പക്ഷെ ഇവിടെ സമ്മല്ലേ, ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് അല്ലേ. ആ പ്രൊഡക്റ്റ് എഴുതേ ഇങ്ങനെ പൈന്ന് എഴുതാം. R = 0 മുതൽ 12 വരെ അങ്ങനെ ആ സിമ്പിൾ എഴുതാൻ നിർബന്ധമില്ല കേട്ടോ. പക്ഷെ നമ്മൾ സമ്മേഷന്റെ എന്താ ഇങ്ങനെ എഴുതാം സമ്മേഷന് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് അല്ലേ അല്ലെ, ആ പ്രൊഡക്റ്റിന് ഇങ്ങനെ എഴുതാം. പല ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി അത് അങ്ങനെ എഴുതാൻ നിർബന്ധമില്ല, അത് സംഭവം മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പൊ അത് ഇനി ഞാൻ ചെയ്യുന്നത് ഈ സിമ്പിൾ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്, ഞാൻ അവസാനം യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ കേട്ടോ, അതാരാ 1/15CR + 1/15CR + 1 ഞാൻ ക്രോസ് ചെയ്യാൻ പോണേ. ക്രോസ് ചെയ്യുമ്പോൾ ഇതേ × 1 അതെന്താ 15CR - 1 R + 1 അല്ല, R + 1 + 15CR ഡിവൈഡ് ബൈ എന്താ 15CR × 15CR + 1 അല്ലെ. ഇവിടെ എനിക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്ത് പ്രോപ്പർട്ടി, അവിടെ NCR + NCR - 1 അടാ ഇവിടെ നോക്ക്, പവർ സെയിം അല്ലേ അല്ലെ, ബേസ് തമ്മിൽ ഡിഫറൻസ് 1 അല്ലേ അല്ലെ. പവർ സെയിം ആണ്, ബേസ് തമ്മിൽ ഡിഫറൻസ് 1 അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, പവർ ഒന്ന് കൂട്ടുക, 15 എന്താവും 16. സി ബേസിൽ ആരാണോ മാക്സിമം അത് എഴുതണ്ടേ, ബേസിൽ മാക്സിമം R + 1 അല്ലേ, അത് എഴുതാം. നമ്മൾ പലപ്പോഴും പഠിച്ചല്ലേ അല്ലെ, NCR + NCR - 1 = n+1 CR എന്ന് പഠിച്ചല്ലേ. അതന്നെയാ, പവർ സെയിമും ബേസ് തമ്മിൽ ഡിഫറൻസ് 1 ആണെങ്കിലേ പവർ ഒന്ന് കൂട്ടുക, സി ബേസിലാണ് മാക്സിമം അത് എഴുതാം. പവർ ഒന്ന് കൂട്ടുന്ന പവർ 15 അല്ലേ, 15 ഒന്ന് കൂട്ടുക 16 ആവില്ലേ. സി ബേസിലാണ് മാക്സിമം R + 1 R മാക്സിമം R + 1 അല്ലേ, അത് എഴുതി അല്ലെ. ഇനി ഇവിടെ എന്താ 50CR × 15CR + 1 അത് ഇതുപോലെ എഴുതി അല്ലെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോപ്പർട്ടിയാണ് NCR = n/r n-1 CR - 1 അല്ലേ അല്ലെ. ആ പ്രോപ്പർട്ടി ഞാൻ ഇതിന് അപ്ലൈ ആണ്. അപ്പൊ എന്തിനാ ഈ 16ഉം R + 1 പുറത്ത് എടുക്കുന്ന പോലെ ആലോചിക്കുക. 16/R + 1 അല്ലെ. അങ്ങനെ പുറത്ത് എടുത്താലേ ഇവിടെ n-1ഉം R - 1 ആവൂലേ. അപ്പൊ 16 - 1 15 സി R + 1 - 1 R ആവൂലേ അല്ലെ. ഇങ്ങനെ എഴുതാനുള്ള റീസൺ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പില് ഇതിനും ഞാൻ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 15CR + 1 എന്താ 15CR + 1 15/R + 1 അല്ലെ ഇൻറ്റു 15 എന്ന് കുറച്ചാൽ 14 സി R + 1 എന്ന് കുറച്ചാൽ R അല്ലേ വരിക അല്ലെ. ഈ R + 1ഉം ഈ R + 1ഉം കട്ട് ചെയ്യുക, ഈ 15CR ഈ 15CR കട്ട് ചെയ്യുക. ഇതിനു വേണ്ടി യൂസ് ചെയ്ത് അല്ലെ. ഇപ്പൊ ആര് വരിക, ഇനി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യണേ. പ്രൊഡക്റ്റ് ഓഫ് R = 0 to 12 ആരാണ് 16/15 × 1/14CR അല്ലേ. 16/15 1/14CR അല്ലേ. ഇനി ഞാൻ പ്രോഡക്റ്റ് അപ്ലൈ കേട്ടോ അല്ലെ. അവിടെ പ്രോഡക്റ്റ് എന്താണ്, ആദ്യം R 0 കൊടുക്കുക അല്ലെ, പിന്നെ R 1 കൊടുക്കുക, R 2 കൊടുക്കുക, എവിടെ വരെ കൊടുക്കുക 12 വരെ കൊടുക്കുക അല്ലേ അല്ലെ. സോ R 1 കൊടുത്ത് എന്താ കിട്ടുക 16/15 0 14 0 ഇൻറ്റു അല്ലെ. അവിടെ ആദ്യം ഞാൻ R 0 കൊടുത്തു, അപ്പൊ 0 ആയി. ഇൻറ്റു R 1 സാധാരണ സമ്മേഷൻ ആകുമ്പോൾ പ്ലസ് അല്ല എഴുതാ,
അല്ലെ. പക്ഷെ ഈ പൈ ആണെങ്കിലോ അവിടെ ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പൊ ഇൻറ്റു അല്ലേ എഴുതേണ്ടത് അല്ലെ. അപ്പൊ R1 എന്ത് വരിക എഗെയിൻ 16/15 1/14 C1. R2 ആയാലോ 16/15 1/14 C2 എക്സെട്ര. അവസാനം R12 അല്ലേ, R12 ആകുമ്പോഴോ എഗെയിൻ 16/15 1/14 C12 അല്ലേ 30 അല്ലെ. ഇവിടെ എന്താ വരിക എടാ 16/15 ഇൻറ്റു 16/15 ഇൻറ്റു 16/15 എക്സെട്ര 16/50 അല്ലേ അല്ലെ. അത് 12 വരെ 13 ടേംസ് ഉണ്ടാവില്ലേ അല്ലെ. അവിടെ 0 മുതൽ 12 വരിക അല്ലെ. അപ്പൊ 0 മുതൽ 12 വരെ എന്ന് പറഞ്ഞാൽ 13 ടേംസ് ഉണ്ടാവില്ലേ അല്ലെ. അപ്പൊ എത്രയാ 16/15 റേസ് ടു 13. പിന്നെ ആരാ ഇൻറ്റു 1 ഇതെന്താ 14C0 ഇൻറ്റു 14C1 ഇൻറ്റു 14C2 എക്സെട്ര 14C12 അല്ലേ അല്ലെ. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെയല്ലേ. ഇത് ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ആൽഫ റേസ് 13 അല്ലേ, ഇതല്ലേ അപ്പൊ ആൽഫ വരിക അല്ലെ. അപ്പൊ ആൽഫ ആരാ 16/15 അല്ലെ. കാണാൻ ചോദിച്ചാൽ ആരെയാ 30 ആൽഫ അല്ലേ. 30 ആൽഫ എന്താ 13 ഇൻറ്റു 16/15 കട്ട് ചെയ്ത് 2 ആവൂലേ. 2 ഇൻറ്റു 16 എന്താ 32 അല്ലേ. സോ ആൻസർ എന്താ അവിടുത്തെ 32 ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കാൻ 32 ആണ് കേട്ടോ.